ഹലോ, നിങ്ങൾ വൊളോക്കോൽ പാട്ടൊക്കെ പാടി സെറ്റായോ? ഇനി അതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നാലോ? ആദ്യം തന്നെ നമുക്ക് രണ്ട് ഫോണിന്റെ ആവശ്യമുണ്ട്. ഒരു ഫോണിൽ ഇതേമാതിരി നമ്മൾ ഏത് പാട്ടാണോ പാടുന്നത് അതിന്റെ കരോക്കെ കേട്ടോണ്ട് വേറൊരു ഫോണിൽ വൊളോക്കോ വോയിസിൽ റെക്കോർഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കരോക്കേന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാടി വെച്ചല്ലോ അതിന്റെ കൂടെ നമ്മൾ ലിപ് മൂവ്മെന്റ് ചെയ്തിട്ട് പാട്ടൊന്ന് പാടി വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അപ്പൊ രണ്ട് സ്റ്റെപ്പ്. ഇനി വേണ്ടത് ഒരു എഡിറ്റിംഗ് ആപ്പാണ്. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് 3 ആപ്പിൽ ചെയ്യാറുണ്ട്. ഇനി എത്ര അറിയാൻ വയ്യാത്തവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആപ്പ് നമ്മുടെ ഇൻഷോട്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇൻഷോട്ടിന്റെ അകത്ത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇൻഷോട്ട് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ കാണും. അപ്പോൾ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച വീഡിയോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രസ് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവും. എന്നിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക. ഇനി മ്യൂസിക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൈ മ്യൂസിക് എടുക്കുക. അപ്പം നമ്മൾ അവസാനമായിട്ട് സേവ് ചെയ്തത് ഫസ്റ്റ് പോലെ കിടക്കും. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പാടിയ ഓഡിയോ എടുത്തിട്ട് ലിപ് മൂവ്മെൻറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ലൈൻ വരുന്നിടത്ത് സ്പ്ലിറ്റ് കൊടുത്താൽ അത് രണ്ട് പാട്ടാവും. വേണ്ടാത്ത ഭാഗം നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. എന്നിട്ട് സാരമില്ല, നമ്മൾ ഡിലീറ്റ് ആക്കി കളഞ്ഞോന്ന് വിചാരിക്കേണ്ട, അതൊന്ന് അഡ്ജസ്റ്റ് ആക്കാനും പറ്റും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ കരോക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് വോളിയൊക്കെ കുറച്ചും കൂട്ടിയൊക്കെ നോക്കുക. നമ്മുടെ വോയിസിനേക്കാളും കൂടുതൽ കരോക്കെ വരാതിരിക്കാൻ നോക്കണേ. സ്വൈര്യമായിട്ടിരുന്നിട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പക്ക ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമ്മളെടുത്ത വീഡിയോയുടെ ഒച്ച മൊത്തത്തിൽ കുറച്ച് വയ്ക്കുക. അടിയിൽ ഇൻഷോട്ട് എഴുതിയത് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഫ്രീ റിമൂവ് കൊടുത്താൽ അതങ്ങ് മാഞ്ഞു വെക്കോളൂ. പിന്നെ എക്സ്പോർട്ട് കൊടുക്കുക. നമ്മുടെ വീഡിയോന്റെ ക്വാളിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. എക്സ്പോർട്ട് കൊടുക്കുക. പരസ്യമൊക്കെ വരും, പോകാൻ വെയിറ്റ് ചെയ്യുക. ഗ്യാലറിയിൽ അത് സേവ് ആയിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഏതാപ്പിലാണ് എഡിറ്റ് ചെയ്യുന്ന പാട്ട് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാനത് പറഞ്ഞു തന്നു. പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇതിലും ബെറ്റർ ആയിട്ടും എളുപ്പത്തിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ കിട്ടും. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതിൻ്റെ അകത്ത് ഈ പണിയൊക്കെ ചെയ്യാം. ഞാൻ തന്നെ 10-14 ആപ്പുകൾ ഇതേമാതിരി ചെയ്ത് നോക്കിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എനിക്ക് തോന്നിയത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി എന്തിനാ നിൽക്കുന്നേ? പോയി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. വേറെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ.